അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കലച്ചേച്ചിയുടെ വീടിൻ്റെ പാലുകാച്ചിൻ്റെ വീഡിയോ ആയിട്ടാണ്. ദുബായിലുള്ള ഞങ്ങളുടെ ഈവനിങ് ടൈമുകളിൽ ഞങ്ങളുടെ മെയിൻ ഡിസ്കഷനായിരുന്നു ചേച്ചിയുടെ വീടിൻ്റെ പാലുകാച്ച്. ചേച്ചിയുടെ വലിയൊരു സ്വപ്നമാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഇവിടെ ആയ കാരണം നാട്ടിലുള്ള ഇതുപോലുള്ള എല്ലാ ചടങ്ങുകളും നമ്മൾ മിസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇതിനായി ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. ഞങ്ങൾ ഇത്തവണ നാട്ടിൽ പോയതിൻ്റെ മറ്റൊരു ലക്ഷ്യം ചേച്ചിയുടെ വീടിൻ്റെ പാലുകാച്ചായിരുന്നു. വീടെന്നൊക്കെ പറയുന്ന ഒരു യോഗമാണല്ലേ, അത് നമ്മൾ എത്ര ശ്രമിച്ചാലും അതിൻ്റെ സമയത്തേ നടക്കുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള ചടങ്ങുകളും ഒത്തുകൂടലും ഒക്കെ ഒരു സന്തോഷമാണല്ലേ. നാട്ടിൽ കാണാൻ കിട്ടാത്തവരെയും എപ്പോഴും അവൈലബിൾ അല്ലാത്തവരെയും എല്ലാവരെയും കാണാൻ പറ്റുന്നത് ഏതെങ്കിലും കല്യാണത്തിനും പാലുകാച്ചിനും ഒക്കെ ആയിരിക്കും. ഞങ്ങൾ തലേ ദിവസം ഒരു മഴത്തുള്ളിയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഒരുപാട് ലേറ്റായിട്ടായിരുന്നു വന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് പാലുകാച്ചിന്. ഏകദേശം ഒരു 11 മണിയോടെ ഞങ്ങളെല്ലാവരും എത്തി. ചേച്ചി സ്പെഷ്യലായിട്ട് ആണുങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കോസ്റ്റ്യൂമൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു കേട്ടോ. ഞാനും കലച്ചേച്ചിയും കൂടെ മുല്ലപ്പൂ മുറിച്ചെടുക്കാനുള്ള തത്രപ്പാടാണ് നിങ്ങളീ കാണുന്നത്. എൻ്റെ കോസ്റ്റ്യൂമിന് മാച്ചമല്ലാത്തത് കൊണ്ട് ഇത്തവണ മുല്ലപ്പൂ വയ്ക്കാൻ നിവർത്തിയില്ല. അല്ലെങ്കിൽ നമ്മുടെ ബിന്ദു പണിക്കര് ചേച്ചി പറഞ്ഞതുപോലെ തരില്ല, ഞാൻ ഇതാർക്കും തരില്ല എന്ന് പറഞ്ഞ് മുല്ലപ്പൂവും കൊണ്ട് ഞാൻ സ്ഥലം വിട്ടേനെ. എന്തായാലും ചേച്ചിയുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും വീണ്ടും കാണാൻ പറ്റി. ചേച്ചിയുടെ ഫാമിലി എന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്വന്തം ഫാമിലി പോലെയാണ് കേട്ടോ. പിന്നെ ചേച്ചി പറഞ്ഞ അറിവുള്ള ചേച്ചിയുടെ നാടും നാട്ടുകാരെയും എല്ലാവരെയും ഞങ്ങൾക്ക് കണ്ടപോലെ പരിചയമുണ്ട്. അവരെ എല്ലാവരെയും കാണാൻ പറ്റി. ഞാനും ചേച്ചി മാത്രമുള്ള സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ നാട്ടുവിശേഷവും നൊസ്റ്റാൾജിയൊക്കെ പറയലാണ് മെയിൻ ഹോബി. അങ്ങനെ ചടങ്ങുകളെല്ലാം വളരെ ഭംഗിയായി പൂർത്തിയായി. ഇനി ഇതുപോലെ ഒരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.